പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ അദ്ഹർ ജമാൽ ലാറി BSP സ്ഥാനാർത്ഥിയായി മത്സരിക്കും. BJPയുടെ 12ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ്. പഞ്ചാബിൽ 4 സ്ഥാനാർത്ഥികളെ കൂടി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യത്തിന് ഒപ്പം ഇല്ല എന്ന് വ്യക്തമാക്കിയ BSP അധ്യക്ഷ മായാവതി കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 11 സീറ്റുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അദ്ഹർ ജമാൽ റാലി വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കും. ഗുണ്ട നേതാവിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറി ജയിലിൽ കഴിയുന്ന ധൻജയ് സിംഗിന്റെ ഭാര്യ ശ്രീകല സിംഗ് ആണ് ജോൺപൂരിൽ സ്ഥാനാർത്ഥി. 12ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ BJP 7 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ അനിതാ സാം പ്രകാശ് മത്സരിക്കും. പശ്ചിമബംഗാളിലെ ഡയമണ്ട് ഹാർബറിൽ അഭിജിത് ദാസാണ് സ്ഥാനാർത്ഥി. പഞ്ചാബിൽ ഫിറോസ്പൂർ, ഗുരുദാസ്പൂർ, ജലന്ധർ, ലുധിയാന എന്നീ സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒഡീഷയിലെ 21 നിയമസഭാ സീറ്റുകളിലേക്കും തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കും BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. റിപ്പോർട്ടർ, ദില്ലി.